ഇപ്പോൾ ഹിന്ദു സമാജം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? അമ്പലങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ഹൈക്കോടതി ഏറ്റെടുക്കണം. അവർക്ക് കഴിയില്ല ഹൈക്കോടതി നടത്തും. ഹൈക്കോടതിക്ക് ദേവസ്വം നടവരെ എത്രയും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ദേവസ്വം ബെഞ്ചെന്ന് നമ്മൾ പറയും. ഇപ്പോൾ ജസ്റ്റിസ് രാജാ വിജയരാഘവനാണ് ഇപ്പോൾ ഈ കോൺട്രവേഴ്സിയിൽ. രാജാ വിജയരാഘവൻ്റെ മുമ്പിൽ ദേവസ്വം കേസ് മാത്രമല്ല വരുന്നത്, 110 വേറെയും കേസുകളുണ്ട്. ദേവസ്വത്തിൻ്റെ 110 കേസുകൾ വേറെയുണ്ട്. അതുകൂടാതെ സാധാരണ കേസുകളുമുണ്ട്. ദേവസ്വം ബെഞ്ച് എന്നുള്ള ലീഗലി അങ്ങനെ ഒരു ബെഞ്ചില്ല. ഇറ്റ് ഈസ് എ നോർമൽ ബെഞ്ച്. ചീഫ് ജസ്റ്റിസ് ശരി ദേവസ്വം മാറ്റേഴ്സ് കൈകാര്യം ചെയ്ത് അങ്ങോട്ട് തന്നെ വിടട്ടെ എന്ന് പറയാൻ അവർക്കുണ്ടല്ലോ. പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ഇന്ന ആളിന്, സിവിൽ കേസ് ഇന്ന ആളിന്, ഓൾഡ് കമ്പനി കേസ് ഇന്ന ആളിന് അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാതെ ദേവസ്വത്തിന് പ്രത്യേകതയൊന്നുമില്ല ഹൈക്കോടതിയിൽ. ഹൈക്കോടതിക്ക് അമ്പലങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കി നടത്താൻ നേരമില്ല. അവർക്ക് വേറെ പണിയുണ്ട്. ദേ ആർ നോട്ട് സപ്പോസ് ടു ഡൂ ദാറ്റ്. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ സംഗതിയോ വരുമ്പോൾ അവർക്ക് ഇടപെടാമെന്നുള്ളതല്ലാതെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഇത്രയും അമ്പലങ്ങളുടെ ഹൈക്കോടതിക്ക് നടത്താൻ പറ്റുമോ? ഡോണ്ട് എക്സ്പെക്റ്റ് ഹൈക്കോർട്ട് ടു റൺ യുവർ ടെമ്പിൾസ്. ദേ കനോട്ട് ആൻഡ് ദേ വിൽ നോട്ട്. ഇത് സെറ്ററേറ്റ് ചെയ്യണമെങ്കിൽ ഹിന്ദു സമാജം തന്നെ മുന്നിട്ടിറങ്ങണം. അതെന്നിറങ്ങും എന്ന് എനിക്കറിയില്ല. ഹിന്ദു സമാജം ഒരുപാട് നഷ്ടപ്പെട്ട ആൾക്കാരാണ്, ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ കൺമുമ്പിൽ. എന്നിട്ടും വലിയ കുലുക്കമൊന്നും അവർക്കില്ല.